ഉണ്ടായതാണ് മക്ക വിജയം. മക്ക ആ കാലത്ത് നമ്മളൊരു അധികാര കേന്ദ്രമായിരുന്നു മക്ക കഅബാലയം എന്നൊക്കെ പറയുന്നത്. ഇത് മക്കയിലെ കുറേശികളുടെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. സത്യനിഷേധികളായ കുറേശികളുടെ കയ്യിലായിരുന്നു. അവർക്ക് തോന്നിയ രീതിയിൽ അത് കൊണ്ടുപോയി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ അതാണ് മക്ക വിജയത്തിന് ഒരു നിദാനമായിട്ടുള്ളത്. അപ്പോൾ മക്ക വിജയം എന്ന് പറഞ്ഞാൽ പിറന്ന നാട്ടിൽ നബിയും സഹാബത്തും തിരിച്ചെത്തിയ ദിവസമാണ് ശരിക്കും മക്ക ഫതഹ് എന്ന് പറയുന്നത്. മക്കയിൽ ജനിച്ച് മക്കയിൽ വളർന്ന മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ അന്യനാട്ടിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യത്തിൽ വരികയും ശേഷം ഒരു 10 വർഷത്തോളം അവർക്ക് അന്യനാട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് നോക്കാൻ കഴിയില്ല. അപ്പം പിറന്ന നാട്ടിലേക്ക് അവർക്ക് തിരിച്ചെത്തിയ സമയം ആണ് മക്ക ഫതഹ്. അതേപോലെ മക്ക മുശ്രിക്കുകളുടെ അധീനതയിൽ നിന്ന് അവരുടെ എല്ലാ ഇടപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇടപെടലുകളിൽ നിന്ന് പരിശുദ്ധ കഅബാലയത്തെ ഒഴിപ്പിച്ച ദിവസമാണ് എന്ത് മക്ക ഫതഹ് എന്ന് പറയുന്നത്. ഇത് മക്ക ഫതഹിൻ്റെ പ്രത്യേകതയാണ്, മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണ്. ഹിജ്റ 8-ാം വർഷത്തിലാണെന്ത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികളായിരുന്നു ഹുസ്സ ഗോത്രക്കാർ, ഖുറൈശികളുടെ സഖ്യകക്ഷിയായിരുന്നു ബനു ബക്കർ ഗോത്രക്കാർ. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഖുറൈശികൾ എന്ത് ചെയ്തു, അവരുടെ ആനുകൂലികളായിട്ടുള്ള ബനു ബക്കർ ഗോത്രക്കാരെ രഹസ്യമായി സഹായിച്ചു. സ്വാഭാവികമായും അവർ എന്ത് ചെയ്തു, ഖുറൈശികളെ സഹായിച്ചപ്പോൾ മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ബനു ഹുസ്സ ഗോത്രക്കാർ നബിയെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. സഹായം ചെയ്യാൻ നബി തങ്ങൾ നിർബന്ധിതരാവുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 10,000-ഓളം വരുന്ന സഹാബികൾ മക്കയിലേക്ക് പുറപ്പെടുന്നത്. 10,000 സഹാബികളുണ്ട്. പിന്നെ അതിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സഹാബികൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അബൂ സുഫിയാനെയും ഒരു സംഘത്തെയും വഴിയിൽ വിനിയോഗിച്ചു. അങ്ങനെ നബിയും സഹാബത്തും മറുൽ ലഹ്റാൻ എന്ന സ്ഥലത്ത് ഇറങ്ങി. അബ്ബാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിരയാണ് ബൈല എന്ന് പറയുന്നത്. ഈ ബൈല എന്ന കുതിരയുടെ പുറത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കയറ്റി. എന്നിട്ട് അവരിങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, അബൂ സുഫിയാനെ കണ്ടു. അബൂ സുഫിയാൻ തിരിച്ചു പോകുന്നതാണ് കണ്ടത്. അങ്ങനെ അവരെന്ത് ചെയ്തു, പോയി അബൂ സുഫിയാനെ പിന്തുടർന്നു. എന്നിട്ട് അബൂ സുഫിയാനെ നബി തങ്ങളുടെ മുൻപിൽ ഹാജരാക്കി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. മക്കയുടെ സമീപം അങ്ങനെ അവിടുന്ന് അവർ വീണ്ടും യാത്ര ചെയ്തു. മക്കയുടെ സമീപത്തുള്ള തുവയിലെത്തിയപ്പോൾ സൈന്യത്തെ നബി തങ്ങൾ എന്ത് ചെയ്തു, സഹാബികളെ 2 വിഭാഗമാക്കി. ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നൽകുകയും അവരോട് മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റൊരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, നയിക്കുകയും ചെയ്തു. അവർ മക്കയുടെ മുകൾ ഭാഗത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്തു. താഴ്ഭാഗത്തിലൂടെ പോയ സമയത്ത് പിന്നെ ബനു ബക്കർ അതേപോലെ ബനു ഹുസൈൽ ഗോത്രക്കാർ ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തെ അതിക്രമിച്ചു. അപ്പോൾ തിരിച്ചെന്ത് ചെയ്തു, അത് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് അബൂ സുഫിയാനെ നബി തങ്ങൾ സമ്മതം കൊടുത്ത പ്രകാരം അബൂ സുഫിയാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അബൂ സുഫിയാൻ്റെ വീട്ടിലും പരിശുദ്ധ കഅബാലയത്തിലും പ്രവേശിച്ച ആളുകളൊക്കെ ആരാണ്, സുരക്ഷിതരാണ്, അവരൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്തു, അബൂ സുഫിയാൻ്റെ വീട്ടിലും പരിശുദ്ധ കഅബാലയത്തിലും പ്രവേശിച്ചു. അവരൊക്കെ വെറുതെ വിട്ടു. ഒരു സമാധാനത്തിൻ്റെ ദിവസം കൂടിയായിരുന്നു മക്ക ഫതഹ്. ഒരാളോടും പ്രതിരോധം ചെയ്തിട്ടില്ല, എല്ലാവരെയും പുറത്തു കൊടുക്കുക ചെയ്തത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ കഅബാലയത്തിൽ കയറി സത്യം വിജയിച്ചു, അസത്യം നശിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് നിർവഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം നീക്കം ചെയ്തു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഇതാണ്